ഇന്ന് പൊളിച്ചു പണിയാൻ വന്നിട്ടുള്ള അടുപ്പ് ബീഡിങ് അടുപ്പിനോട് കൂടെ മടക്കി വന്നിട്ടുള്ള സൈസ് അടുപ്പാണ് 7-9. ഇതാണ് ഈ അടുപ്പിൻ്റെ അളവ്. ഇതൊരു 10 വർഷം മുമ്പ് ചെയ്തതാണ്. ഇതിൻ്റെ തകിടൊക്കെ കത്തിപ്പോയി. അപ്പോൾ അതുകൊണ്ടാണ് ഇത് പൊളിച്ച് പണിയുന്നത്. ടൈൽസിനൊന്നും വലിയ കുഴപ്പങ്ങൾ സംഭവിച്ചിട്ടില്ല. സ്റ്റീല് കത്തിപ്പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ കൂടെ പുക വന്നിട്ട് അടുക്കളയിലൊക്കെ കരി പിടിച്ചു. ഇപ്പോൾ അടുക്കള പെയിൻറ്റിങ്ങൊക്കെ പുതിയതായിട്ട് നടത്തി. അതിന് ശേഷമാണ് ഇപ്പോൾ പോയില്ലാത്ത അടുപ്പ് പൊളിച്ച് പുതിയത് നമ്മൾ പണിയുന്നത്. ഇതിൻ്റെ കുഴലിൻ്റെ ഭാഗത്തെ മൂടി ഇതുപോലെ ദ്രവിച്ചു. മുകളിൽ ഇതിന് കൗളാണ് വെച്ചിരിക്കുന്നത്. മുകൾ ഭാഗത്ത് ഷീറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് മാറ്റി ബെൻഡാക്കും. അപ്പോൾ ഇത് പൊളിച്ച് കഴിഞ്ഞ രൂപമാണ് ഇത് കാണുന്നത്. അടുപ്പിൻ്റെ അടിഭാഗത്തെ അവസ്ഥ എല്ലാ കാസ്റ്റൈൻ വെച്ചിട്ടുള്ള അടുപ്പുകൾക്കും ഇതുപോലെ തന്നെയാണ് ഉണ്ടാവാറ്. കാസ്റ്റൈൻ ദ്രവിച്ചു പോകും. അതിന് വലിയ ഉറപ്പൊന്നും ഉണ്ടാവില്ല. അത് തൊട്ട് കഴിഞ്ഞാൽ അങ്ങോട്ട് പോരും. അതാണ് അതിൻ്റെ അവസ്ഥ. അതിനിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാസ്റ്റൈൻ വയ്ക്കുന്ന എല്ലാ അടുപ്പുകൾക്കും സംഭവിക്കുന്ന ഒരേ ബുദ്ധിമുട്ടാണ് ഇത്. അടിഭാഗത്തെ കാസ്റ്റൈൻ കത്തിപ്പോവുകയും അതിനെ തുടർന്ന് സ്റ്റീലും കത്തിപ്പോവും. അത് നമ്മൾ പൊളിച്ച് ക്ലിയറായിട്ട് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കുഴലിൻ്റെ ഭാഗത്തൊന്നും കുഴപ്പമില്ല. കരിയൊന്നും അധികം പിടിച്ചിട്ടുള്ള അടുപ്പല്ല. ഒക്കെ ചാലകളല്ലാതും നല്ല ക്ലിയറായിട്ടിരിക്കുന്നത്. ഇതിന് ടൈൽസിനൊന്നും കേടുകൂടാതെ നമുക്ക് പൊളിച്ചെടുക്കാൻ പറ്റിയിട്ടുണ്ട്. നമ്മൾ അടുപ്പ് പണിയെ ആരംഭിച്ചു. ഇതിൻ്റെ കട്ടയൊക്കെ പണിത് എല്ലാം കോൺക്രീറ്റൊക്കെ ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ മുകളിൽ ഷീറ്റ് ഉറപ്പിക്കുന്ന പരിപാടിയാണ്. അത് കഴിഞ്ഞിട്ട് ടൈൽസ് ഒട്ടിക്കും. ടൈൽസിൻ്റെ വർക്ക് കഴിഞ്ഞു. ടൈൽസെല്ലാം പോയിൻ്റ് ചെയ്യാനായിട്ട് ഇട്ടിരിക്കുകയാണ്. ഇതിന് ശേഷം അടുപ്പിൻ്റെ ഉൾഭാഗത്ത് ഫയർ ക്ലേ ഫിനിഷ് ചെയ്യും. അടുപ്പിൻ്റെ പണികളൊക്കെ പൂർണ്ണമായി കഴിഞ്ഞു. എല്ലാ ഫിനിഷ് വർക്കുകളും കഴിഞ്ഞു. ഇത് 8, 10, 6 ഈ സൈസ് അടുപ്പാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇത് 304 ഗ്രേഡാണ്. ജിൻഡാൽ ഗ്ലോസി ഫിനിഷിങ്ങുള്ള 304 ഗ്രേഡിലാണ് ഈ അടുപ്പ് ചെയ്തിരിക്കുന്നത്. പുറത്തെ ബോക്സിൻ്റെ മൂടി മാറ്റി പുതിയ മൂടി വെച്ചു. മുകളിൽ ക്ലീൻ ചെയ്തതിന് ശേഷം കൗള് മാറ്റിയിട്ട് ബെൻഡും വെച്ചിട്ടുണ്ട്. ഇതുപോലൊക്കെ അടുപ്പുകൾ തൃശ്ശൂർ ജില്ലയിൽ പൊളിച്ച് പണിയണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുക.